ശ്രീരുദ്രം രണ്ടാമത്തെ അനുവാകം ആണ് ഇവിടെ മന്ത്രം ജപിച്ച് അർത്ഥവിശദീകരണം നടത്തുന്നത്. ഒന്നാമത്തെ അനുവാകത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ വീഡിയോയിൽ അർത്ഥവിവരണം നടത്തിയിരുന്നു. ഇപ്പോൾ തുടങ്ങുന്നത് ദ്വിതീയ അനുവാകം, അതായത് രണ്ടാമത്തെ അനുവാകം. രുദ്രൻ ജപിക്കേണ്ട രീതികളും രുദ്രമന്ത്രം ജപിച്ച് മഹാദേവനെ ശാന്തനാക്കാൻ ഇടയായ സാഹചര്യവും സതീദേവിയുടെ ജീവത്യാഗവും എല്ലാം വളരെ വിശദമായി ഇവിടെ ഒന്നാം അനുവാകത്തിൽ പറഞ്ഞു. അപ്പോൾ ഇനി രണ്ടാമത്തെ അനുവാകം. ഓം നമോ ഹിരണ്യബാഹവേ ദിശാഞ്ചപതയേ നമഃ. ഇപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ചവനും മനുഷ്യരുടെയും ദേവാദികളുടെയും എന്ന് വേണ്ട എല്ലാ ജീവികളുടെയും രക്ഷകനുമായ മഹാദേവന്, ശിവന്, രുദ്രന് നമസ്കാരമെന്നാണ് ഈ രണ്ടാം അനുവാകത്തിലെ ഒന്നാം മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഓം നമോ ഹിരണ്യബാഹവേ സേനാന്യേ ദിശാം ച പഥയേ നമഃ. ഹിരണ്യബാഹവേ എന്നാൽ ഹിരണ്യം സ്വർണം, സ്വർണത്തിൽ നിർമ്മിതമായ ആഭരണങ്ങൾ ധരിച്ചവനും, അതായത് കുബേരന് പോലും ധന അനുഗ്രഹ സിദ്ധി നൽകാൻ സിദ്ധിയുള്ളവനായ, കൈലാസത്തിൽ സ്വർണ ഖനികൾ ഉണ്ട് രുദ്രൻ്റെ സവിധമായ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ സ്വർണം ആഭരണങ്ങൾ ധരിച്ചവ കൈകളോടു കൂടിയവനും ദിശാംച പഥയേ നമഃ. ദിശകൾ എന്ന് പറയുമ്പോൾ ദശ ദിക്കുകളുണ്ട്. കിഴക്ക്, കിഴക്ക് തെക്ക്, തെക്ക് തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക്, വടക്ക് വടക്ക് കിഴക്ക്, പിന്നെ ഊർത്ത ദിക്ക്, അതായത് മുകളിലേക്കുള്ള ആകാശ ദിക്ക്, പിന്നെ പാതാള ദിക്ക്, ഇങ്ങനെ 8 2 10 ദിക്കുകൾ എന്ന് പറയുന്നത് രുദ്രൻ്റെ വസനം, വസ്ത്രം എന്ന് ശ്രീരുദ്രത്തിൻ്റെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ദശദിശി വസനം എന്ന്. അപ്പോൾ അത് മാത്രമല്ല, ഈ അഷ്ടദിക്കുകളിൽ ഏതെങ്കിലും ഒരു ദേവന്, നമ്മുടെ ഹൈന്ദവ സനാതന മൂർത്തികളിൽ ഏതെങ്കിലും ഒരു ദേവന് സ്ഥാനമുണ്ടെങ്കിൽ അത് രുദ്രന് മാത്രം ആണ്. അതായത് കിഴക്ക് വടക്കേ ദിക്കിൻ്റെ അധിപനായ രുദ്രന് ഈശാനനൻ എന്നുള്ള പേരുണ്ട്. മറ്റു ദേവന്മാർക്ക് ആർക്കും തന്നെ അഷ്ടദിക് പാലകരിൽ അഷ്ടദിക്കിനെയും കാത്തുകൊണ്ട് നിൽക്കുന്ന അതിൻ്റെ ആധിപത്യമുള്ള ദേവസ്ഥാനം രുദ്രന് മാത്രമാണ്. ഇവിടെ ദിശാംച പതയേ നമഃ, ദിശകളുടെ എല്ലാം 10 ദിക്കിൻ്റെയും നാഥനായ അഷ്ടദിക് പാലകരും മുട്ടുകുത്തി തൊഴുതുകൊണ്ട് നിൽക്കുന്ന ദേവനാണ് ശ്രീരുദ്രൻ എന്നത് ലോകപ്രസിദ്ധമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ അനുഭാഗത്തിലുള്ള ഒന്നാമത്തെ മന്ത്രം ഓം നമോ ഹിരണ്യബാഹവേ സേനാന്യേ ദിശാം ച പതയേ നമഃ. ദരിദ്രനെ സമ്പന്നനും, സമ്പന്നനെ ലക്ഷാധിപതിയും, ലക്ഷാധിപതിയെ കോടീശ്വരനും, എന്തിന് രാജാക്കന്മാർക്ക് ഒന്നിനും ഒരു കുറവുള്ളവർ അല്ല. പക്ഷേ ആ രാജാക്കന്മാരുടെ രാജ്യത്തിന് പോലും ഐശ്വര്യവും നന്മയും കൊടുക്കുന്ന രാജരാജേശ്വര സ്ഥാനമാണ്. രാജരാജേശ്വര മൂർത്തി എന്ന് പറഞ്ഞാൽ അത് രുദ്രനെയാണ്. അങ്ങനെ രാജാക്കന്മാർക്കും കീർത്തി കൊടുക്കുന്ന, തന്നെ ആശ്രയിക്കുന്ന എല്ലാവർക്കും ധനവും ഐശ്വര്യവും സർവസമർത്ഥികളും നൽകുന്ന ദേവനായതുകൊണ്ടാണ് ഹിരണ്യബാഹവേ, കൈകളിലൂടെ സ്വർണം വർഷിക്കുന്ന. ഈ ചാനൽ ഒരു നമ്മുടെ തിരുപ്പതി വെങ്കടാചലപതി മുഖത്തൊരു മുണ്ട്, ഒരു മറ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഈ കാര്യത്തെക്കുറിച്ച് മഹാദേവൻ മഹാലക്ഷ്മി ദേവിക്കും, രുദ്രൻ മഹാലക്ഷ്മി ദേവിക്കും, ധനത്തിൻ്റെ അധിദേവനായ കുബേരനും ധനാഭിവൃദ്ധി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ട്. എന്തുകൊണ്ട്, അതിൻ്റെ ഹെഡിങ് ഇതാണ്: എന്തുകൊണ്ടാണ് തിരുപ്പതി വെങ്കടാചലപതി മുഖത്ത് ഒരു മറ ഇട്ടിരിക്കുന്നത്? അദ്ദേഹം മുഖം കാണിക്കാറില്ല. അതിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഈ ഹിരണ്യബാഹവേ എന്ന
ശ്രീരുദ്രത്തിലെ ഈ മന്ത്രത്തിനെ കുറിച്ച് കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ സൽപ്രവൃത്തിയായി ധ്യാനം ചെയ്യുന്നവനെ സേനാനിയായ ഭഗവാൻ തന്നെ നേരിട്ട് രക്ഷിക്കുന്നു. അവനവൻ്റെ പ്രവൃത്തിക്ക് അഥവാ കർമ്മത്തിന് അനുസരിച്ച് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുന്നു എന്ന് സാരം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെന്നേ മതിവരൂ എന്നും ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതേ തച്ചാന്തിരൗഷധൈർ ദാനൈർ ജപ ഹോമാർച്ചനാദിഭി എന്നുമുള്ള നാമം നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത് ആണ്. അപ്പോൾ സർവവ്യാപിയായ രുദ്രൻ നമ്മിലുണ്ട്, പഞ്ചഭൂതേശ്വരനായി നമ്മിലുണ്ട്. നമ്മുടെ പാദം മുതൽ ശിരസ് വരെയുള്ള പഞ്ചഭൂതങ്ങൾ ആണ് രുദ്രൻ എന്നത്. അപ്പോൾ തപോബലം കൂടുന്തോറും ഓരോരുത്തരുടെയും ചിതാകാശത്തിൽ സുവർണ നിറത്തിലുള്ള സ്വയം പ്രകാശവാനായ ആത്മസൂര്യനായി രുദ്രൻ നമുക്ക് ദർശനം നൽകുന്നു എന്നാണ്. ഓം നമോ ഹിരണ്യബാഹവേ സേനാന്യേ ദിശാംശപതയേ നമഃ എന്ന നാമത്തിൻ്റെ അർത്ഥം. അടുത്ത രണ്ടാമത് നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ പശൂനാം പതയേ നമഃ. സർവം ശിവമയം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലോകത്തുള്ള പഞ്ചഭൂതങ്ങളിലും മനുഷ്യരിലും വൃക്ഷങ്ങളിലും സകല ചരാചരങ്ങളിലും ശിവന്റെ ചൈതന്യമുണ്ട്. അപ്പോൾ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പച്ചിലകൾ രുദ്രന്റെ ശിരസ്സാകുന്നു എന്നാണ്. പച്ച നിറത്തിലുള്ള തലമുടിയോട് കൂടിയവനെ, കേശഭാരത്തോടു കൂടിയവനെ എന്നാണ് വൃക്ഷേഭ്യോ ഹരി കേശേഭ്യ എന്ന നാമത്തിൻ്റെ അർത്ഥം. ഹരിതം എന്നാൽ പച്ച നിറത്തിലുള്ള എന്നർത്ഥം. രുദ്രന്റെ കബർദം എന്ന ജഡ സകല കുലപർവ്വതങ്ങളുടെയും പ്രതീകമാണ്. മേരുപർവ്വതം, ഹിമാലയം, കൈലാസം എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ പർവ്വതങ്ങളുടെയും പ്രതീകമാണ് മഹാദേവന്റെ കബർദം എന്ന ജഡാമകുടം. അപ്പോൾ അതിൽ മലകളിൽ, വൃക്ഷങ്ങളിൽ, പർവ്വതങ്ങളിൽ പച്ചിലകളോടുകൂടിയ വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ പച്ചിലകളോടുകൂടിയ എല്ലാ വൃക്ഷങ്ങളും ഈ പ്രപഞ്ചമാകുന്ന രുദ്രന്റെ തലമുടിയാണ്, കേശഭാരമാണ് എന്നാണ്. നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ പശൂനാം പതയേ നമഃ. പശൂനാം പതി എന്നത് 108 അഷ്ടോത്തര നാമത്തിൽ ഈ എളിയവൻ 108 അഷ്ടോത്തരവും വിശദീകരിച്ചിട്ടുണ്ട്, അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിൽ. 108 അഷ്ടോത്തരത്തെ 3 ഭാഗങ്ങളായി. അതിൽ ഒരു നാമമാണ് ഓം പശൂനാം പതയേ നമഃ. പശു എന്ന് കേൾക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ അറിയുന്ന ഈ തൊഴുത്തിക്കെട്ടിൽ കിടക്കുന്ന പാൽ കറക്കുന്ന ഗോവ് എന്നുള്ള അർത്ഥം അല്ല. പ്രത്യുത ഈ ലോകത്ത് ബ്രഹ്മദേവൻ മുതൽ ഇങ്ങേ അറ്റം വരെ മനുഷ്യർ വരെയുള്ള സകല ജീവജാലങ്ങളും, അതുപോലെ തന്നെ ഉപദേവന്മാരും, അതുപോലെ തന്നെ രാക്ഷസന്മാരും, കിംപുരുഷന്മാരും, കിന്നരന്മാരും, ഋഷീശ്വരന്മാരും, നാഗലോകവും, അസുരന്മാരും എല്ലാം കൂടി ചേർത്ത് മലയാളത്തിലൊരു പദമില്ല. അത് സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട് അതിന് തക്കവണ്ണമുള്ള, അതാണ് പശു. ഇതൊരു സംസ്കൃത വാക്കാണ്. മലയാളത്തിലുള്ള പശു ഗോവ് എന്നുള്ള അർത്ഥമല്ല ഈ പറയുന്ന പശു എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സകല പശു, പക്ഷി, മനുഷ്യ, വൃക്ഷ, മൃഗാദികളുടെയും ദേവന്മാരുടെയും അസുരന്മാരുടെയും നാഥനായ മഹേശ്വര, രുദ്ര എന്നാണ്. പശൂനാം പതയേ നമഃ. ഹരികേശേഭ്യ പശൂനാം പതയേ നമഃ. പച്ച നിറത്തിലുള്ള വൃക്ഷങ്ങളോടുകൂടിയ, വൃക്ഷങ്ങളാകുന്ന ശിരസ്സോട്, ഈ പ്രപഞ്ചത്തിൻ്റെ ശിരസ്സാണ്, രുദ്രന്റെ ശിരസ്സാണ് പച്ച നിറത്തിലുള്ള സകല വനപർവ്വതങ്ങളും പച്ചിലകളോടുകൂടിയ വൃക്ഷ ലതാദികളും. ഒപ്പം തന്നെ എല്ലാ മനുഷ്യ, പശു, പക്ഷി, മൃഗാദികളുടെയും നാഥനും കൂടെയാണ് രുദ്രൻ എന്നാണ് രണ്ടാമത്തെ അനുവാദത്തിലെ 2ാം പദ്യമായ ഹരികേശവായോപവീതിനെ പശൂനാം പതയേ നമഃ എന്ന നാമത്തിൻ്റെ അർത്ഥം. അടുത്ത് 3ാമത്തെ നാമം നമസ്സസ്മിഞ്ചരായ തുഷീമതേ പതീനാം പതയേ നമഃ. ഇങ്ങനെ അപ്പോൾ രുദ്രൻ ജപിക്കുന്നത് ഇങ്ങനെയാണ്. നമസ്സസ്മിഞ്ചരായ തുഷീമതേ പതീനാം പതയേ നമഃ. നമോ ബഭ്രുഷായ വിദ്യാധിനേന്നാനാം പതയേ നമഃ.
നമോ ഹരികേശായോപവീതിനേ പുഷ്ടാനാം പതയേ നമഃ. ഇങ്ങനെയാണ് രുദ്രത്തിന്റെ ജപം. അപ്പോൾ ഇവിടെ സദാചാര നിരതരായ സാധകരുടെ നാഥനും തപസ്സിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവനും അത്യധികം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനുമായ മഹാദേവന് രുദ്രന് നമസ്കാരമെന്നാണ് നമ സസ്പിഞ്ചരായ തുഷീമതേ പതീനാം പതയേ നമ. അപ്പോൾ സദാചാര നിരതരായ സാധകരുടെ നാഥൻ, സദാചാരങ്ങൾ ദുഷ്ടതകളോ ആസുരതകളോ ഉള്ളവരുടെ നാഥനല്ല, പ്രത്യുത സദാചാരങ്ങൾ നമ്മുടെ ഭാരതീയ സനാതന ധർമ്മം, നീതി, ദയ, കാരുണ്യം തുടങ്ങിയ 4 കാലുകളുള്ള കാളപ്പുറത്താണ് മഹാദേവൻ സഞ്ചരിക്കുന്നത്. വൃഷഭാരൂഢായ നമ എന്നൊരു നാമം രുദ്രന് ശിവനുണ്ട്. അർത്ഥമെന്തെന്നാൽ ആ കാളയെ സനാതന ധർമ്മത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. മഹാദേവൻ സഞ്ചരിക്കുന്ന കാളയുടെ 4 കാലുകൾ എന്ന് പറയുന്നത് ഭാരതീയ സനാതന ധർമ്മ തത്വത്തിന്റെ ധർമ്മം, ദയ, നീതി, കാരുണ്യം ഇവയുടെ പുറത്താണ് മഹാദേവൻ. അപ്പോൾ ഇവയെല്ലാമുള്ള അന്യരെ നശിപ്പിക്കാത്ത, അന്യരെ കരയിപ്പിക്കാത്ത, സാത്വിക പ്രവൃത്തി ചെയ്യുന്ന ഈശ്വര ചിന്തയുള്ളവരുടെ, അവരുടെ സാധകരുടെ നാഥനും അവരെല്ലാം രക്ഷിക്കുന്നവനും മഹാദേവ കാത്തുകൊള്ളണേ രക്ഷിക്കണേ എന്ന് ഏതെങ്കിലും ഒരു ഭക്തൻ നിഷ്കാമ ഭക്തിയോടുകൂടി രുദ്രനെ വിളിച്ചാൽ ആ ഭക്തന്റെ രക്ഷയ്ക്കായി അമ്പും വില്ലുമെടുത്ത് അദർശനായി തൃശൂലവും കൊണ്ട് ആ ഭക്തരക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തുന്ന കാരുണ്യമൂർത്തിയാണ് ശ്രീ രുദ്ര മഹാദേവൻ. അതിനെയാണ് ഇവിടെ സസ്പിഞ്ചരായ തുഷീമതേ പതീനാം പതയേ നമ എന്ന് പറയുന്നത്. അപ്പോൾ സദാചാര നിരതരായ സാധകരുടെ നാഥനും തപസ്സിലുണ്ടാകുന്ന വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവനും ശമം, ദമം, ഋതം, തിതിക്ഷ എന്നിവ ആണ് ഒരു താപസിയുടെ, ഒരു തപസ്സനുഷ്ഠിക്കുന്നവന്റെ, ശിവലിംഗ സ്വരൂപനായ മഹാദേവനെ പൂജിക്കുന്നവന് 4 സിദ്ധികൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഉള്ളിലുള്ള ശമം, ഉള്ളിലുള്ള വികാരങ്ങളെ അമർത്തുക, ശമം. ദമം, ബാഹ്യ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ദമം, ശമം, ദമം. ഋതം, സദാ സത്യസന്ധരായിരിക്കുക, അതാണ് ഋതം. മറ്റൊന്ന്, മഴയുണ്ടാകും, വെയിലുണ്ടാകും, കാട്ടുമൃഗങ്ങൾ ഉപദ്രവിക്കാൻ വരും, വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും, ഇത് എന്നെ എല്ലാം, അതാണ് തിതിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ശമം, ദമം, ഋതം, തിതിക്ഷ എന്നീ ഗുണങ്ങളോടുകൂടി മഹാദേവനെ ഭജിക്കുന്നവർക്ക് അവരുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ തപസ്സനുഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള, ഉപാസിക്കുന്നതിന് ഇടയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ, അവരുടെ എല്ലാ തടസ്സങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവനും ആയ, ഒപ്പം തന്നെ അത്യധികം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനുമായ മഹാദേവന്റെ, രുദ്രന്റെ ശിരസ്സിന് ചുറ്റുമായി, ശരീരത്തിന് ചുറ്റുമായി ഓറ, AURA എന്ന ഒരു അഭൗമമായ പ്രകാശ ജ്യോതിസ് ഉണ്ടെന്ന് ശ്രുതികളിൽ ഉണ്ട്. ഋഷീശ്വരന്മാർ ശ്രുതികളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക അഭൗമ തേജസ്, ഒരു പ്രകാശ വലയം മഹാദേവന്റെ ചുറ്റുമായിട്ട് ഉണ്ട് എന്ന്. അതിനെയാണ് അപ്രകാരം അത്യധികം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവനുമായ ശ്രീരുദ്രന് നമസ്കാരമെന്നാണ് നമ സസ്പിഞ്ചരായ തുഷീമതേ പതീനാം പതയേ നമ. ഒരു ഉപാസകൻ തീർച്ചയായും ഇവിടെ പറഞ്ഞ യമ നിയമാദികൾ ശീലിച്ചേ തീരൂ. ജപ ധ്യാനാദികൾ ധ്യാനങ്ങൾ ചെയ്ത് സാത്വികനായി തീരണം. ചിത്തശുദ്ധി അവന് ഉണ്ടായിരിക്കണം ശിവാനുഗ്രഹം ലഭിക്കുന്നതിന്. എന്തു വന്നാലും ദിനചര്യ മുടങ്ങാതെ തീവ്ര വൈരാഗ്യത്തോടെ സാധകം ചെയ്യണം, സാധന ചെയ്യണം. അവന് രുദ്രൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകുന്നു എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. 4-ാമത്തെ മന്ത്രം നമോ ബക്ലുഷായ വിവ്യാധിനേന്നാനാം പതയേ നമ. അതായത് വൃഷഭവാഹനനും കാളപ്പുറത്ത് സഞ്ചരിക്കുന്നവനും ദുഷ്ടതയെ നശിപ്പിക്കുന്നവനും അന്നവും ജലവും നിലനിർത്താൻ ആവശ്യമായ വിഭവങ്ങളും നൽകുന്നവനും ഔഷധികളെ വർദ്ധിപ്പിക്കുന്നവനുമായ മഹാദേവന് നമസ്കാരം എന്നാണ്
നമോ ബഭ്ലുഷായ വിദ്യാധിനേന്നാനാം പതയേ നമ. അന്നപൂർണേശ്വരനാണ് മഹാദേവൻ, അന്നദാന പ്രഭുവാണ്. എത്രയെങ്കിലും ക്ഷേത്രങ്ങളിൽ, കാശിയിൽ കാലഭര ഭൈരവനായിരിക്കുമ്പോഴും അന്നദാനം, വൈക്കം ക്ഷേത്രത്തിൽ അന്നദാന പ്രഭു, അതുപോലെ തന്നെ ധർമ്മസ്ഥലിയിൽ കർണാടകയിൽ മഞ്ജുനാഥനായി അന്നദാന പ്രഭുവായി അനുഗ്രഹം ചൊരിയുന്നു. അന്നങ്ങളുടെ എല്ലാം ദാതാവാണ്. ഭക്തജനങ്ങൾക്ക് അന്നം കൊടുക്കുന്ന അന്നപൂർണേശ്വരനാണ് മഹേശ്വരൻ. അപ്പോൾ വൃഷഭത്തിൻ്റെ, അതായത് കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്നവനും ദുഷ്ടതയെ നശിപ്പിക്കുന്നവനും തിന്മയെ നശിപ്പിക്കുന്നവനും ആസുരതയെ നശിപ്പിക്കുന്നവനും, അതാണല്ലോ ദക്ഷൻ എന്ന ആ ദുഷ്ടനെ സംഹരിച്ചതും. കാലൻ ഭക്തനായ മാർക്കണ്ഡേയനെ, ശിവഭക്തനെ ജീവനെടുക്കാൻ വന്നപ്പോൾ ആ കാലനെ സംഹരിച്ചതും, അതുപോലെ തിന്മയുടെ പ്രവൃത്തികൾ ചെയ്ത ആ ഹിരണ്യാക്ഷന്റെ മകനായ അന്ധകാസുരനെ സംഹരിച്ചതും, അതുപോലെ രുദ്രനെ നേരിടാൻ വന്ന അസുരൻ ആരാണ്? നമ്മുടെ മഹിഷാസുരന്റെ മകനായ ഗയാസുരൻ ആനയായി വന്നപ്പോൾ ആ ആനയെ സംഹരിച്ച് അതിൻ്റെ തോലെടുത്ത് ഉടുത്തിരിക്കുന്നു. ഇങ്ങനെ നിരവധി നിരവധി ദുഷ്ടന്മാരെയും ആസുര ശക്തികളെയും സംഹരിച്ച് ആ ആസുരതയുടെ പ്രതീകമായ തലയോടുകൾ ശിരസിൽ അണിഞ്ഞിരിക്കുന്നു. മഹാദേവൻ ശിരസിൽ തലയോടുകൾ അണിഞ്ഞിരിക്കുന്നു എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാൽ, ഇത്തരത്തിലുള്ള ദുഷ്ടതയെ സംഹരിച്ച് ആ ദുഷ്ടതയുടെ മേലുള്ള വിജയ ചിഹ്നമാണ് മഹാദേവന്റെ കഴുത്തിൽ മാലയായി കോർത്തിട്ടിരിക്കുന്ന തലയോട്ടികൾ. അപ്പോൾ നമോ ബഭ്ലുഷായ വിദ്യാധിനേന്നാനാം പതയേ നമ. ദുഷ്ടശക്തികളെ, ആസുരശക്തികളെ സംഹരിക്കുന്നവനും അധർമ്മത്തെ സംഹരിക്കുന്നവനും ധർമ്മത്തിൻ്റെ നേർവഴിയിൽ ലംഘിച്ച് അപഥസഞ്ചാരം നടത്തുന്നവനെ തിരുത്തുന്നവനും അന്നത്തിൻ്റെ പതിയുമായ രുദ്രന് നമസ്കാരം എന്നാണ് നാലാമത്തെ ഈ നാമത്തിൻ്റെ അർത്ഥം. ധർമ്മരക്ഷകനും അധർമ്മപ്രവൃത്തിയിൽ രോഷം കൊള്ളുന്നവനുമാണ്. കലികാലത്ത് ജീവികൾ കലികാലത്ത് ജീവികൾക്ക് അന്നം പ്രാണനാണ്. നമ്മുടെ എല്ലാം ശരീരം അന്നമയം ആണ്. അന്നം കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. മഹാദേവനെ ആശ്രയിക്കുന്നവൻ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ എന്നാണ് നാമം. അന്നദാന പ്രഭുവാണ് മഹാദേവൻ. നിരവധി നിരവധി ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ അന്നം കൊടുക്കുന്ന അന്നദാന പ്രഭുവായിട്ട് മഹാദേവന്റെ പ്രതിഷ്ഠകൾ ഉണ്ട്. രോഗത്തിന് ചികിത്സയും മനുഷ്യ ശരീരത്തിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഭഗവാൻ നാമത്തോടു കൂടിയ ഔഷധ സേവ വേണം. ദേവന്മാർക്ക് കൂടിയും വൈദ്യൻ ഉണ്ട്. അപ്പോൾ ആദിവൈദീശ്വരനാണ് മഹാദേവൻ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രഭുതവാദാദി സമസ്ത രോഗഹരനെ മുനിവന്ദിതായ വൈദീശ്വരായ സിദ്ധേശ്വരായ മഹേശ്വരായ ശ്രീമൻ മഹാദേവായ നമഃ എന്നാണ് രുദ്രദേവനെ സ്തുതിക്കുന്നത്. പ്രധാനപ്പെട്ട 3 രോഗങ്ങൾ അടിസ്ഥാനമുണ്ടല്ലോ: വാദം, പിത്തം, കഫം. ഇവയിൽ ഏത് വന്നാലും ജീവനെയും കൊണ്ടേ പോകൂ. പിടിപെട്ട് കഴിഞ്ഞാൽ അത്തരം രോഗങ്ങൾ ബ്രഹ്മാവ് നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നതിനെ ശിവസ്തുതി കൊണ്ടും ശിവക്ഷേത്ര ദർശനം കൊണ്ടും ആ അസുഖങ്ങളെ മാറ്റി നമുക്ക് ആയുർദൈർഘ്യവും ദീർഘായുസ്സും ആപത്ത് മരണവും ഉണ്ടാകാതെ മൃത്യുഞ്ജയനും ത്രയംബകനുമായ മഹാദേവൻ, അതാണ് മൃത്യുഞ്ജയ നാമം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാദ് എന്ന് ഇനി അങ്ങോട്ടുള്ള ഈ രുദ്രമന്ത്രത്തിൽ യജുർവേദ അന്തർഗതമായ നാമം, മന്ത്രം നമുക്ക് ജപിക്കാൻ സാധിക്കും. അപ്പോൾ ഔഷധങ്ങളുടെ എല്ലാം അധിപൻ മഹാദേവനാണ്. എങ്ങനെയെന്നാൽ ആ ചന്ദ്രക്കല അവിടെ നിന്ന് ധരിച്ചിരിക്കുന്നു. ചന്ദ്രൻ്റെ പ്രകാശം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഔഷധങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അഷ്ടാംഗ ഹൃദയത്തിലും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. സിദ്ധവൈദ്യത്തിൻ്റെ ആചാര്യനാണ് മഹാദേവൻ. അതുകൊണ്ടാണ് ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ എന്ന് രുദ്രനെ, ശ്രീ മഹാദേവനെ നാം ജപിക്കുന്നത്, സ്മരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, മന്ത്രജപങ്ങളിലൂടെ ഉപാസിക്കുന്നത്. അപ്പോൾ
ഔഷധ സേവനത്തിന് മുൻപ് രുദ്ര മഹാദേവൻ നമുക്ക് അനുഗ്രഹം നൽകുന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മറ്റൊരു കാര്യം, ഈ രുദ്രനാമം എന്നത് ശിവസ്തുതികളാണ്. 99% ആളുകളും ഈ രുദ്രമന്ത്രങ്ങളെ വ്യാഖ്യാനിക്കുന്നവർ, അത് യൂട്യൂബിൽ കൂടെ ആയിരുന്നാലും ഗ്രന്ഥങ്ങളിൽ കൂടെ ആയിരുന്നാലും, ഈ പുട്ടിൻ്റെ ഇടയ്ക്ക് പീര കയറ്റുക എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ, ഈ ജ്യോത്സ്യനെ പിടിച്ച് തെങ്ങിൽ കയറ്റിയാൽ എങ്ങനെയാണോ അതുപോലെ ഇതിനിടയ്ക്കുകൂടെ അവർക്കിഷ്ടപ്പെട്ട ശിവൻ അല്ലാത്ത മൂർത്തികളുടെ മന്ത്രങ്ങളും അതൊക്കെ കൂടെ ഇതിനിടയ്ക്കൂടെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വളരെ കഷ്ടമാണ്. ഈ രുദ്രമന്ത്രങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പലവിധമായ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കി, പല യൂട്യൂബ് പ്രഭാഷണങ്ങളും ഒക്കെ എടുത്ത് കേട്ടു നോക്കിയെങ്കിലും അതിനകത്ത് അവർ രുദ്രനെ പറ്റി ഒന്നും പറയുന്നില്ല. സപ്താഹകാരന്മാരാണ് രുദ്രനാമങ്ങൾ ജപിക്കുന്നത്. അവർ ആദ്യത്തെ 2 വരി നാമം പറഞ്ഞിട്ട് അവർ പിന്നെ പോകുന്നത് ഭാഗവതത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളെക്കുറിച്ചുമാണ്. അവർക്ക് സപ്താഹത്തിൻ്റെ അതേ ശൈലിയിലും സപ്താഹത്തിൻ്റെ അതേ നാമത്തിലും ഒക്കെയാണ് പറയുന്നത്. ഇവിടെ ഈ നാമത്തിന് ഈ ഔഷധങ്ങളുടെ അധിപനാണ്. മഹാദേവന്റെ ശിരസിൽ ഈ ചന്ദ്രക്കലയുണ്ട്. അപ്പം ചന്ദ്രന്റെ പ്രകാശത്താലാണ് ഔഷധങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകുന്നത്. രാത്രിയിലാണ് ചന്ദ്രനിലാവുള്ളത്. അങ്ങനെയാണ് ഔഷധങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു വിദ്വാൻ ഇതിനിടയ്ക്ക് പറയുകയാണ്, ഒരു വ്യാഖ്യാനത്തിൽ ഈ മന്ത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്ന, അതായത് 2ാമത്തെ അനുഭാഗത്തിലുള്ള 4ാമത്തെ നമോ ബൊഭ്ലിഷായ ദിവ്യാധിനേനാനാം പതയെ നമ എന്നുള്ളത് അയാൾ വ്യാഖ്യാനിച്ചിട്ട് പറയാണ്, ഔഷധ സേവനത്തിന് മുൻപ് മറ്റൊരു ദേവനെ പറയുകയാണ്. അതേത് ദേവനാണെന്ന് ഇവിടെ പറയുന്നില്ല. ആ ദേവന്റെ നാമം, താഴെ പറയുന്ന നാമം ജപിച്ച് മരുന്ന് കുടിക്കണം, ഔഷധ സേവ നടത്തണം എന്നാണ്. ഇങ്ങനെയായാൽ എത്ര ആത്മാർത്ഥതയുണ്ട്! എന്തിനാണ് ഇവരിത് വ്യാഖ്യാനിക്കാൻ പോയത്? അതുകൊണ്ട് അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി, ഇത് രുദ്രനാണ്, ഇത് ശിവനാണ്. ശിവന്റെ മാഹാത്മ്യങ്ങളും രുദ്രനാമങ്ങളും പറയാൻ വേണ്ടുവോളം അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നമുക്ക് ഈ രുദ്രദേവനോടുള്ള ആ അചഞ്ചലമായ നിഷ്കാമമായ ഭക്തിയെ ചോർത്തിക്കളയുന്ന രീതിയിൽ ഇതര മൂർത്തികളുടെയും മുട്ടിന് ഇത് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ പരമകഷ്ടമാണ്. ആ മന്ത്രം ഏതാണെന്നും ഏത് മൂർത്തിയെക്കുറിച്ചാണ് ആ വിദ്വാൻ ഇവിടെ പറയുന്നതെന്നും പുറത്ത് പറയുന്നില്ല. നമുക്ക് അടുത്ത ശ്രീരുദ്രത്തിൻ്റെ 2ാം അനുഭാഗത്തിലെ 5ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം. നമോ ഹരികേശായോപവീതിനേ പുഷ്ടാനാം പഥയേ നമഃ. അർത്ഥം, യജ്ഞോപവീതം ധരിച്ചവനും നല്ല കറുത്ത തലമുടി ഉള്ളവനും വാക്ക്, പുഷ്ടി, വാക്സിദ്ധി എന്നിവയെ നൽകുന്നവനുമായ രുദ്രന് നമസ്കാരമെന്നാണ്. നമോ ഹരി കേശായോപവീതിനെ പുഷ്ടാനാം പതയേ നമഃ. അപ്പോൾ യജ്ഞോപവീതം ധരിച്ചിട്ടുള്ളവൻ, ബ്രഹ്മത്തിൻ്റെ തന്നെ തനി സ്വരൂപം ആയവൻ, ബ്രഹ്മത്തിൻ്റെ അല്ല പരബ്രഹ്മത്തിൻ്റെ കാണപ്പെട്ട രൂപം ആയവനാണ് ശ്രീ രുദ്രൻ. പരബ്രഹ്മം ഒന്നേ ഉള്ളൂ, പക്ഷേ ഒരുപാട് പേരെ അതിൽ വലിയ ഒരു പിശക് ഉണ്ട്. പിതാവ് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ അച്ഛൻ ഒന്നേ ഉള്ളൂ, അമ്മയും ഒന്നേ ഉള്ളൂ. അതാണ് മാതാച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര. നമുക്ക് ഹിന്ദുക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാതിരിക്കുന്നതിനും നമ്മുടെ വഴിപാടുകൾ ഫലവത്താകാതിരിക്കുന്നതിനും നമ്മളുടെ ഭക്തിക്ക് അനുകൂലമായ ഗുണം കിട്ടാതിരിക്കുന്നതിനും കാരണം നമ്മെ തെറ്റിച്ചു കളഞ്ഞു. ഏക ഈശ്വരനായ അസ്തോകാപ്ലുതം ഏകമീശമനിശം എന്നാണ് രുദ്രത്തിൻ്റെ ധ്യാന ശ്ലോകത്തിൽ രുദ്രനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളിന് മാത്രം വേണ്ട ഈ പരബ്രഹ്മ സ്ഥാനം, എല്ലാവരും പരബ്രഹ്മം തന്നെ എന്ന് ഒരു വ്യാഖ്യാനമുണ്ടാക്കി അതിന് പ്രചാരണം കൊടുത്ത് സകല ഉപദേവന്മാരും പരമാത്മാവിനെ ആക്കി, പരമാത്മാവിനെ ഉപദേവനാക്കി, ഉപദേവനെ പരമാത്മാവാക്കി
നമ്മെ തെറ്റിച്ചത് കൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കൾ രക്ഷപ്പെടാത്തതും നമ്മളുടെ പ്രാർത്ഥനകളും പൂജകളുമൊന്നും ഫലിക്കാത്തതിൻ്റെ കാര്യങ്ങളും. ആയതിനാൽ മഹാദേവൻ ഏക ഈശ്വരനായ രുദ്രൻ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഭഗവാന്മാർ 100,000 ഉണ്ട്. ഭഗവാൻ എന്ന് രുദ്രനെ പലരും സംബോധന ചെയ്യുന്നു എങ്കിലും ഭഗമെന്നതിൻ്റെ വ്യാഖ്യാനമുണ്ട്. ഐശ്വര്യം, കീർത്തി, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിവയാണ്. ഭഗവാന് വൈരാഗ്യം അഥവാ ഭക്തി ഉണ്ട്. പക്ഷേ ശിവന് ഭക്തി എന്ന ആ ഇതില്ല. കാരണം ശിവന് ആരോട് ഭക്തി കാണിക്കാൻ? 108 ശിവ അഷ്ടോത്തരത്തിൽ ശിവനെ ഓം അനീശ്വരായ നമ എന്നൊരു നാമം പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ തനിക്ക് മേലെ മറ്റൊരു ഈശ്വരൻ ഇല്ലാത്തവൻ എന്നാണ്. മഹാദേവൻ കണ്ണടച്ചുകൊണ്ട് തുരിയ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. ആ തുരിയ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്തവർ, അത് ഹരിനാമ കീർത്തനത്തിലൊന്നും ഈ തുരിയ അവസ്ഥയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അവസ്ഥകൾ 3 മാത്രമേ, സ്വപ്നം, സുഷുപ്തി, ജാഗ്രത എന്ന് മാത്രമേ ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 4ാമത് അവസ്ഥയുണ്ട്, അതാണ് തുരിയാവസ്ഥ. അതറിഞ്ഞുകൂടാത്തവർ മഹാദേവൻ കണ്ണടച്ച് ഈ ലോകത്തിന്റെ സകല ഗതിവിഗതികളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഇരിപ്പിനെ, തുരിയാവസ്ഥയെ മഹാദേവൻ രുദ്രൻ തപസ് ചെയ്യുകയാണെന്നും അത് മറ്റു പല ഉപദേവന്മാരെയും തപസ് ചെയ്യുകയാണെന്നും ഒക്കെ വ്യാഖ്യാനിച്ച് നമ്മളെ തെറ്റിച്ച് കളഞ്ഞു. ശിവൻ ആരെയും ഭജിക്കുന്നില്ല, എന്നാൽ ഈ ലോകത്തുള്ള സകലരും ശിവനെ ഭജിക്കുന്നുണ്ട്. ശിവനെ ഭജിക്കാത്തതായിട്ടുള്ള രാക്ഷസന്മാരായിരുന്ന, അസുരന്മാരായിരുന്ന, ദേവന്മാരായിരുന്നാലും ഋഷീശ്വരന്മാരായിരുന്നാലും, എന്തിന് ഗന്ധർവന്മാരും കിന്നരന്മാരും ഭൂലോകത്തുള്ള ഈ മനുഷ്യരും എല്ലാം ദേവി ഭജിക്കുന്നത് രുദ്രനെയാണ്, ശിവനെയാണ്. ശിവനെ ഭജിക്കാത്ത ആരും തന്നെ ഈ ലോകത്തില്ല. എന്നാൽ ശിവനോ ആരെയും ഭജിക്കുന്നില്ല. ഈ സ്ഥിതിയിൽ നമ്മൾ രുദ്രൻ കണ്ണടച്ചിരിക്കുന്നത് തപസ്സനുഷ്ഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു. അതിൻ്റെ ദോഷവും ദുഃഖവും ദുരിതവുമാണ് നമ്മളുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകുന്നതും നമ്മളുടെ ഭക്തിയെ വികേന്ദ്രീകരിച്ചു. ഒരു കേന്ദ്രത്തിൽ ലക്ഷ്യമാക്കി വരേണ്ട നമ്മുടെ ഭക്തിയെ ആർക്കെല്ലാം വേണമെങ്കിലും ദൈവമായി മാറാം. അവരെ എല്ലാവരെയും, മനുഷ്യ ദൈവങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ എല്ലാവരെയും പരമാത്മാവാക്കിയത് കൊണ്ടാണ്. പരമാത്മാവ് ഒന്നേ ഉള്ളൂ. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവാണെന്നാണ്. മാതാച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര എന്നാണ്. നമ്മുടെ അച്ഛൻ ഒരുപാട് പേര് കാണുമോ? ഒരിക്കലുമില്ല. അച്ഛനെ പരമാത്മാവായി സങ്കല്പിക്കാം, ഭഗവാന്മാരെ, ഉപദേവന്മാരെ മക്കളായും സങ്കല്പിക്കാം. ആയതിനാൽ 6ാമത്തെ നാമത്തിലേക്ക് കടക്കുന്നു. ശ്രീരുദ്രം 2ാം അനുഭാഗത്തിലെ 6ാമത്തെ നാമം നമോ ഭവസ്യ ഹേത്യൈ ജഗതാം പതയേ നമഃ. അപ്പോൾ മഹാദേവനെ ധ്യാനിക്കുന്നത് കൊണ്ട് സംസാര സാഗരം തരണം ചെയ്യാൻ സാധിക്കുന്നു. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന മഹേശ്വരനായിട്ട് നമസ്കാരമെന്നാണ്. ഭവസ്യ ഹേത്യൈ ജഗതാം പതയേ നമ. ജഗത്തെന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളും, മുകളിൽ 7 ലോകമുണ്ട്. സ്വർഗലോകം, വിഷ്ണുലോകം, അതുപോലെ തന്നെ ഭുവർലോകം, മഹർലോകം തുടങ്ങിയിട്ടുള്ള 7 ലോകങ്ങൾ മുകളിലും, അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം എന്നീ 7 ലോകങ്ങൾ താഴെയുമുണ്ട്. ഈ 14 ലോകത്തിലുമുള്ള സകല മനുഷ്യ, പശു, പക്ഷി, മൃഗാദികളെയും ചേർത്താണ് ജഗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാദേവനാൽ സൃഷ്ടിക്കപ്പെട്ട, ഉണ്ടാക്കപ്പെട്ട, ഭവിച്ച ഈ ജഗത്തിൻ്റെ അധിപനായ, അതിനെ നയിക്കുന്ന, അതിനെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും കൽപ്പാന്തത്തിൽ സംഹരിക്കുകയും ചെയ്യുന്ന എന്നാണ് നമോ ഭവസ്യ ഹേത്യൈ ജഗതാം പതയേ നമ. ജഗത്തിൻ്റെ പിതാവായ ശ്രീ രുദ്രനായിക്കൊണ്ട് നമസ്കാരം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടാവും നാഥനുമായ മഹാദേവൻ രുദ്രൻ തന്നെ അവിടുന്ന് ആശ്രയിക്കുന്ന ഇവരെ എല്ലാം രക്ഷിക്കുന്നു. അതിനാൽ പഞ്ചമുഖനെന്നും ആശ്രിതർക്ക് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് തൃക്കണ്ണുള്ളവനെന്നും ഭക്തന്മാർ വിളിക്കുന്നു. അപ്പോൾ 2 കണ്ണുള്ള നമ്മൾ അന്ധന്മാരെ നയിക്കുന്നു, കണ്ണുകണ്ണൂടാത്തവരെ നമ്മൾ 2 കണ്ണുള്ള നമ്മൾ മനുഷ്യർ നയിക്കുന്നത് പോലെ 2 കണ്ണുള്ള നമ്മളെ നയിക്കുന്നത് 3 കണ്ണുള്ള മഹാദേവൻ ശിവനാണ്. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്ന 3 കണ്ണുകൾ മഹേശ്വരന് ഉണ്ട്. ആ 3ാമത്തെ കണ്ണ്, നടുവിലത്തെ ഇരുപുരുകങ്ങൾക്കും നടുവിലുള്ള ശിവന്റെ ആ തൃക്കണ്ണിന് അപാരമായ ജ്യോതിസാണ്. അത് വല്ലപ്പോഴും ഒരിക്കൽ തുറക്കാറുള്ളൂ. അത് തുറന്നിട്ടുള്ളപ്പോഴെല്ലാം ലോകം അറിഞ്ഞിട്ടുമുണ്ട്.
ദുഷ്ടനായ കാലനെ സംഹരിക്കുന്നതിനും അതുപോലെ തന്നെ ഭക്തരെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ ദുഷ്ടനായ ആ ദാരികനെ സംഹരിക്കുന്നതിന് വേണ്ടി ഭദ്രകാളിയെ ആ തൃക്കണ്ണിൽ കൂടെയാണ് അവിടുന്ന് സമുദ്ഭവം ആക്കിയത്. അങ്ങനെ തന്നെ ആശ്രയിക്കുന്നവരെ എല്ലാവരെയും രക്ഷിക്കുന്നവനും 5 മുഖങ്ങൾ കൊണ്ട് സദ്യോജാതം വാമദൈവം അഘോരം ഈശാന്നം എന്ന 5 മുഖങ്ങളെ കൊണ്ട് ഈ ലോകത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം എന്നിങ്ങനെ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിനെ നിലനിർത്തുകയും അതോടൊപ്പം സംരക്ഷിക്കുകയും അതിനോടൊപ്പം തന്നെ ദുഷ്ടന്മാരെ തിരസ്കരിക്കുകയും ഒടുവിൽ കൽപ്പാന്തത്തിൽ ഈ പ്രപഞ്ചത്തിനെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്ന ബ്രഹ്മപ്രളയത്താൽ പ്രളയഹുതാഗ്നിയാൽ സംഹരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്ന ആ മഹാദേവനെ പഞ്ചമുഖനായ പഞ്ചവക്രനായ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ആകാശ ദിക്കിലേക്കും മുഖങ്ങളുള്ള സദ്യോജാതം വാമദേവം അഘോരം ഈശാന്യം എന്ന 5 മുഖങ്ങൾ കൊണ്ട് ലോകത്തിനെ സൃഷ്ടി, സ്ഥിതി, സംരക്ഷണ, തിരോധാന, സംഹാര കർമ്മങ്ങൾ നടത്തുന്ന മഹാദേവനെ, ഈ ജഗത്തിന്റെ പതിയായ രുദ്രനെ ധ്യാനിക്കുന്നു എന്നാണ് നമോ ഭവസ്യഹേത്യൈ ജഗതാം പതയേ നമഃ. മറ്റുള്ള എല്ലാ ദൈവങ്ങൾക്കും മരണമുണ്ടെന്നറിയുക. പക്ഷേ ശിവനും ശിവന്റെ വാമഭാഗം അലങ്കരിക്കുന്ന പാർവതി ദേവിക്കും മാത്രമാണ് മരണമില്ലാത്തത്. അതുകൊണ്ട് മരണമില്ലാത്ത ഒരു ദേവന് മാത്രമേ നമ്മളെ ഇനിയൊരു മരണമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കാതെ, ഇപ്പോൾ ഒരെണ്ണം തീർച്ചയാണ് ജനിച്ചു പോയത് കൊണ്ട് ഇനിയൊരു ജനനം തരാതെ മോക്ഷം തനക്കിയാൽ കിട്ടിയാൽ പിന്നെ ഒരു ജനനം ഇല്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു മരണവും ഉണ്ടാവുകയില്ല. ആ സ്ഥിതിയിലേക്ക് നമ്മെ നയിക്കുന്ന ദേവനാണ് രുദ്രൻ എന്നതുകൊണ്ടാണ് നമോ ഭവസ്യ ഹേത്യൈ ജഗതാം പതയേ നമഃ. ഈ ജഗത്തിന്റെ പതിയായവനും ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് നിലനിർത്തി ഒടുവിൽ സംഹരിക്കുന്നവനുമായ രുദ്രദേവന് നമസ്കാരമെന്നാണ് 2ാം അനുഭാഗത്തിലെ 6ാമത്തെ നാമത്തിന്റെ അർത്ഥം. അടുത്ത് 7ാമത്തെ നാമം നമോ രുദ്രായ അതാതാപിനേ ക്ഷേത്രാണാം പതയേ നമഃ. അപ്പോൾ മഹാരുദ്രനായ ശിവൻ വില്ലു കുലച്ച് ധരിച്ചിരിക്കുന്ന പ്രാണികളുടെ നാഥനും ആണ്. ജീവികൾക്ക് ശക്തി നൽകുന്നത് പ്രാണനാണ്. പ്രാണനില്ലെങ്കിൽ ജീവികൾ ജഡമായി തീരുന്നു. അപ്പോൾ മഹാദേവൻ ശക്തി സ്വരൂപൻ എന്ന നാമത്തിന് പ്രസിദ്ധി നേടുന്നു. അപ്പോൾ ജീവനെയാണ് ശിവൻ എന്ന് പറയുന്നത്. ആ ജീവൻ നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് ശിവൻ പോയിട്ട് നമ്മൾ ശവമായി മാറുന്നത്. പ്രാണനാണ് ശിവൻ. നാം ക്ഷേത്രത്തിൽ ചെന്ന് ശിവലിംഗത്തിൽ നോക്കി തൊഴുന്നത് നമ്മുടെ പ്രാണനെയാണ്, നമ്മുടെ ഉയിരിനെയാണ്, നമ്മുടെ ജീവനെയാണ്. അതുകൊണ്ടാണ് പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം സദാനന്ദ ഭാജം സദാ സുപ്രകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉയിരിനെ, ജീവനെ, പ്രാണനെയാണ് ശിവൻ എന്ന് പറയുന്നത്. ആ ഉയിരെന്ന പ്രാണൻ എന്ന ശിവനെ ചലിപ്പിക്കുന്ന ശക്തിയാണ് പരാശക്തിയായ ശ്രീ പാർവതി ദേവി ആദിപരാശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഉയിരിൽ, ജീവനിൽ, പ്രാണനിൽ, ശരീരത്തിൽ ശിവൻ പ്രാണനായും ദേവി ആ പ്രാണനെ ചലിപ്പിക്കുന്ന ശക്തിയായും പ്രവർത്തിക്കുന്നു. ആയതിനാൽ രുദ്രായ തഥാവിനെ ക്ഷേത്രാണാം പതയേ നമഃ. മനുഷ്യ ശരീരമാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിനുള്ളിൽ, ആ ഗാത്രത്തിനുള്ളിൽ, ക്ഷേത്രമെന്ന ഗാത്രത്തിനുള്ളിൽ വിളങ്ങുന്ന ശക്തി രൂപമാണ്, ചൈതന്യമാണ് സാക്ഷാൽ ശിവൻ. നമ്മൾ ഓരോരുത്തരും ശിവനാണ്. ഓരോ സ്ത്രീകളും പാർവതിമാരും ആണ്. ശിവൻ എന്ന പഞ്ചഭൂതം നമ്മുടെ പാദത്തിന്റെ മുട്ടുവരെ ഭൂമി തത്വവും, മുട്ടുമുതൽ ഇളിവരെ ജലതത്വവും, ഇളി മുതൽ പൊക്കിളിന്റെ അടിയിൽ അഗ്നി തത്വവും, നമ്മുടെ നെഞ്ചിന്റെ അവിടെ വായു തത്വവും, കഴുത്തിന് മുകളിൽ ആകാശ തത്വവുമായി നമ്മൾ ശിവന്റെ പഞ്ചഭൂതത്തിനെ പ്രതിനിധീകരിക്കുന്നു. നമ്മളെല്ലാവരും ഓരോ ശിവൻ ആണ്. ആ ശിവൻ നമ്മളിൽ നിന്ന് എപ്പോൾ പോകുന്നുവോ അപ്പോൾ നമ്മൾ ശിവൻ പോയ ശവമായി മാറുന്നു. നമോ രുദ്രായ. രുദ്രായ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ അടിവേരിനെ നശിപ്പിക്കുന്നവനെ. മറ്റുള്ള ദേവന്മാർ, ഉപദേവന്മാർ നമുക്ക് ദുഃഖത്തിനെ ഒരു വൃക്ഷമായി സങ്കല്പിച്ചാൽ അതിൻ്റെ ശിഖരത്തിനെ കൊണ്ടേയാണ് നശിപ്പിക്കുന്നത്. അത് വീണ്ടും കിളിർത്തു വരും. എന്നാൽ രുദ്രനാകട്ടെ നമ്മുടെ ദുഃഖമാകുന്ന വൃക്ഷത്തിനെ, ഒരു ദുഃഖങ്ങളെ ഒരു വിഷമായി സങ്കല്പിച്ചാൽ അതിൻ്റെ അടിവേരിനെ നശിപ്പിക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ രുദ്രൻ എന്ന് രുദ്രം ഹേതുർവായിതി രുദ്ര എന്ന് നമ്മൾ പറയുന്നത്, മഹാദേവനെ വിളിക്കുന്നത്. നമഃ സൂതായ ഹംസായ വനാനാം പതയേ നമഃ.
എട്ടാമത്തെ നാമമാണ് നമോ സൂതായാഹന്ത്യായ വനാനാം പതയേ നമ. സൂതായാഹന്ത്യായ എന്ന് പറഞ്ഞാൽ ആർക്കും നശിപ്പിക്കാൻ സാധ്യമായവൻ, അതാണ് അഹന്ത്യായ. അപ്പോൾ ആര് സർവത്തിനെയും നിയന്ത്രിക്കുന്നവന് സൂതൻ എന്ന് പറഞ്ഞാൽ കുതിരൻ, സൂതൻ അപ്പോൾ നയിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ സകലതിനെയും നശിപ്പിക്കുന്നവന്, എന്നാൽ നയിക്കുന്നവന്, സകലതിനെയും നയിക്കുന്നവനും, എന്നാൽ അഹന്ത്യായ എന്നാൽ മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവനുമായ രുദ്രന് നമസ്കാരമെന്നാണ്. രുദ്രന്റെ ആ ദക്ഷനെ നശിപ്പിച്ചപ്പോൾ ഉണ്ടായ രുദ്രന്റെ ആ കോപത്തിനെ അടക്കുന്നതിന് വേണ്ടി ദേവന്മാർ, ഋഷീശ്വരന്മാർ ജപിക്കുകയാണ് നമോ സൂതായാഹന്ത്യായ വനാനാം പതയേ നമ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ശിവൻ ഉണ്ട് എന്ന് പറഞ്ഞു. സകല ചരാചരങ്ങളിലും ശിവൻ ഉണ്ട്. അപ്പോൾ അപ്രകാരമുള്ള ശിവനെ ആർക്കും നശിപ്പിക്കാൻ സാധ്യം അല്ല. ഈ ലോകത്ത് ഒരു ശക്തിക്കും ശിവനെ നേരിടാനോ അല്ലെങ്കിൽ ശിവനെ തോൽപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. മറ്റുപദേവന്മാരെ എല്ലാം ദാരുണമായി കൊന്നിട്ടുണ്ട് ശത്രുക്കൾ, അസുരന്മാർ. പക്ഷേ ശിവസ്വരൂപമായ ശിവനെയും ശക്തിയെയും ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും നശിപ്പിക്കുവാനോ തോൽപ്പിക്കുവാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ ഋഷിമാർ അവരുടെ മനോമുകുരത്തിൽ കുണ്ഡലിനി വിദ്യയിൽ മഹാദേവനെ ദർശിക്കുന്നു എന്നാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം എന്നിവയിലൂടെ ആ തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ഡലിനി ശക്തിയെ ഉണർത്തി ആ ഋഷീശ്വരന്മാർ അവരുടെ സഹസ്രദള പത്മമെന്ന് പറയുന്ന, സഹസ്രാര പത്മമെന്ന് പറയുന്ന തലച്ചോറിൽ മഹാദേവനെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ രചിച്ചതാണ് ആ വിപ്രത്വർപ്പിക്കുഠാരം മൃഗം അഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാര ദീപ്ത സരസിജ നിലയോ വ്യാക്രചർമാത്തവാസ ധേയോ മുക്താപരാഗ അമൃതരസകലിതാദ്രിപ്രഭ പഞ്ചവക്രസ്ത്രക്ഷ കോടീര കോടി കുടി ഖടിത കോടീര കോടി ഖടിത തുഹിന രോജിഷ്കലാ തുങ്ക മൗലി എന്നത്. അതായത് ദൂരെ നിന്ന് നോക്കിയാൽ മുത്തുപ്പൊടികൾ കുഴച്ചുണ്ടാക്കിയ ഒരു പർവ്വതം പോലെ കാണപ്പെടുന്നവനും, സ്തൂപിക പോലെ ദൂരെ നിന്ന് ഒരു പർവ്വതം പോലെ കാണപ്പെടുന്നവനും, ഇരു കൈകളിൽ ദുഷ്ടന്മാരെ സംഹരിക്കാനുള്ള ആയുധങ്ങളും മറ്റിരു കൈകളിൽ വരമുദ്രയും അനുഗ്രഹമുദ്രയും ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന മുദ്രയോട് കൂടിയവനും, ഋഷീശ്വരന്മാരുടെ മനോമുകുരത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനും, ദുഷ്ടസംഹാരകനും ഇഷ്ടഭക്തജന രക്ഷകനുമായ ആ രുദ്രനെ ഞാൻ മനോമുകുരത്തിൽ എൻ്റെ കുണ്ഡലിനി ശക്തിയിൽ ദർശിക്കുന്നു എന്നാണ്. ബിഭ്രത്വോട്ടിക്കുഠാരം മൃഗം അഭയവരോ, മൃഗമെന്നാൽ മാനിനെ കയ്യിൽ വെച്ചിരിക്കുന്നവനെന്നാണ്. ഭക്തജന പ്രതീകമാണ് മാന്. അതാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ പ്രസക്തി. ബിഭ്രത്വോർപ്പിക്കുഠാരം മൃഗം അഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാര ദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധേയോ മുക്താപരാഗ അമൃതരസകലിതാദ്രിപ്രഭ പഞ്ചവക്രസ്ത്രക്ഷ. 5 മുഖങ്ങളും സദ്യോജാതം, വാമദേവം, അഘോരം എന്ന 5 മുഖങ്ങളെയാണ് പഞ്ചവക്രസ്ത്രക്ഷ. 5 വക്രം, മുഖം, 5 മുഖങ്ങൾ. അതെന്തൊക്കെയാണ്? അത് 5 വേദങ്ങൾ, പിന്നെ ത്രക്ഷം 3 കണ്ണുകൾ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്ന 3 കണ്ണുകളും ഈ സദ്യോജാതം, വാമദേവം എന്ന 5 മുഖങ്ങളുമുള്ള രുദ്രനെ ഞാൻ ധ്യാനിക്കുന്നു. പഞ്ചവക്രസ്ത്രക്ഷ കോടീര കോടി ഖടിത തുകിന രോജിഷ് കലാതുങ്ക മൗലി. ഏറ്റവും ഉയരമുള്ള കവർത്തം എന്ന ജടയുടെ മുകളിൽ ശോഭിക്കുന്ന ചന്ദ്രക്കലയോട് കൂടിയവനുമായ രുദ്രനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും അധിപൻ പരമാത്മാവായ മഹാദേവൻ തന്നെയാണ്. സകല ജീവജാലങ്ങളിൽ ഉയിരായി, ജീവനായി, പ്രാണനായി, ആത്മാവായി രുദ്രൻ വാഴുന്നു. എല്ലാ സകല ചരാചരങ്ങളും രുദ്രന്റെ അംശം തന്നെ ആകുന്നു. എന്തൊക്കെയാണ്, ഏതിലൊക്കെയാണ് രുദ്രൻ കളിയാടുന്നത്, വിളങ്ങുന്നത്, രുദ്രൻ അനുഗ്രഹം ചൊരിയുന്നത് എന്നാണ് ഈ നാമങ്ങളുടെ അർത്ഥം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. എവിടെയൊക്കെ ഉണ്ടെന്ന് നാം നികൃഷ്ടമെന്നും വളരെ നിസ്സാരമെന്നും കരുതുന്നവരിലും എല്ലാത്തിലും ശിവൻ, രുദ്രൻ ഉണ്ടെന്ന്. ഇത് വേദമാണ്. ഇത് ആരെങ്കിലും ഒരിടത്ത് ചെന്നിരുന്ന ഒരു വ്യക്തി എഴുതിയതല്ല. ഇത് അജ്ഞാത കർത്തൃത്വമായ ഋഷീശ്വരന്മാർ എഴുതിയിട്ടുള്ളതാണ്. ഇത് 2ാമത്തെ വേദമായി യജുർവേദത്തിൽ ഉള്ളതാണ്. വേദങ്ങളിൽ ഏതെങ്കിലും ഒരു ദേവതാ സങ്കല്പത്തെ പറ്റി പറയുന്നുവെങ്കിൽ അത് ശിവശക്തിയെക്കുറിച്ച് മാത്രമാണ്.
പിന്നെ ഇന്ദ്രനെ കുറിച്ചും ബാക്കിയുള്ളതൊക്കെ പരാമർശങ്ങൾ ഉണ്ടെങ്കിലും ഇന്ദ്രനൊന്നും നമുക്ക് പിന്നെ പ്രതിഷ്ഠാമൂർത്തികളോ ഒന്നുമല്ല. ബ്രഹ്മാവ് പോലും നമുക്ക് പ്രതിഷ്ഠാമൂർത്തി അല്ല. ആ ബ്രഹ്മാവ് കള്ളം പറഞ്ഞതുകൊണ്ട് ആ ബ്രഹ്മാവിന്റെ ശിരസിൽ ഒന്നിനെ നുള്ളിയെടുത്ത് ഈ ലോകത്തൊരിടത്തും ബ്രഹ്മാവിന് ക്ഷേത്രവും പൂജയും ഉണ്ടാകാതെ പോകട്ടെ എന്ന് ശിക്ഷ കൊടുക്കാനായിട്ടുള്ള ദേവനാണ്. ഏക ഈശ്വരനായ വേദങ്ങൾ പറയുന്നു ഒരേ ഒരു പരബ്രഹ്മസ്വരൂപനായ ശ്രീരുദ്രൻ. അപ്പോൾ രണ്ടാം അനുവാകത്തിന്റെ 8ാമത് മന്ത്രം ആണ് ഇവിടെ ഇവിടെ ഇപ്പോൾ ചൊല്ലി അർത്ഥം വിവരിച്ചത്. ഇനി അടുത്ത 9ാമത്തെ നാമത്തിന്റെ നാമവും അതിൻ്റെ അർത്ഥവിവരണവും ശ്രീരുദ്രൻ യജുർവേദത്തിലുള്ള ശ്രീരുദ്രത്തിന്റെ 2ാം അനുഭാഗത്തിലുള്ള 9ാമത് നാമം മുതൽ അടുത്ത് ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓം നമോ രുദ്രായ മഹാദേവായ ശിവായ ശങ്കരായ കൈലാസനാഥായ ഓം സർവമംഗളദായകായ പാർവതി വല്ലഭായ നമോ നമഃ.